4 BJP-കാരനും ഒരു CPM-കാരനും ചേർന്ന് തല്ലിക്കൊന്നു. കേരളത്തെ ഈ തെമ്മാടിക്കൂട്ടം മുച്ചൂട് മൂടും എന്നുള്ളതിൻ്റെ തെളിവ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ വടക്കേ ഇന്ത്യക്ക് ആഘോഷമാണ്. പക്ഷേ ഈ കേരളത്തിൽ ഇത് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിൽ, ഉടുക്കുന്ന വസ്ത്രത്തിന്റെ പേരിലൊക്കെ ജനത്തെ നട റോഡിൽ അടിച്ചു കൊല്ലുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല. അതും കേരളം പോലെ ഒരു സാംസ്കാരികപരമായിട്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന, സാക്ഷരതയിൽ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത്. മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു മനുഷ്യനെ തല്ലിക്കൊന്നത് കേരളത്തിൽ. കേട്ടുകേൾവിയില്ലാത്തൊരു വാദമായിരുന്നു, ഒരു കാലമായിരുന്നു. എന്നിട്ടും മധുവിനെ ആഹാരത്തിന്റെ പേരിൽ തല്ലിക്കൊന്നവരാണ് നമ്മൾ. ഇന്ന് അതുപോലെ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്ന കാഴ്ചയും ഈ കേരളത്തിന് കാണേണ്ടി വന്നു എന്നുള്ളതാണ്. വാളയാറിലെ ആൾക്കൂട്ടക്കൊല കേസിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തെന്നുള്ള സൂചനകളൊക്കെ വരുമ്പോഴും, അതായത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ മർദ്ദന സമയത്ത് ഈ പറയുന്ന കസ്റ്റഡിയിലെടുത്തവരെല്ലാം അവിടെ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിൽ ചിലർ തമിഴ്നാട്ടിലേക്ക് കടന്നതായിട്ട് പറയുന്നുണ്ട്. ചിലർ നേരത്തെ കേസിൽ 5 പേരാണ് അറസ്റ്റിലായത്. ഇതിനു പുറമെയാണ് കൂടുതൽ പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത്. അതേസമയം കേസിൽ അറസ്റ്റിലായവർക്കെതിരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാംനാരായണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ഈ പറയുന്ന മനുഷ്യ കാപാലികർ തല്ലിക്കൊന്നത്. രാംനാരായണൻ ദളിത് വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ്. അങ്ങനത്തെ ദളിത് വിഭാഗക്കാരനായിട്ട് പോലും SC/ST വകുപ്പ്, ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് പോലും ചേർത്തിട്ടില്ല എന്നുള്ളതാണ് വിവരം. രാംനാരായണന്റെ ബന്ധുക്കളൊക്കെ വലിയ ഒച്ചപ്പാടുണ്ടാക്കി, വലിയ ബഹളം ഉണ്ടാക്കി, മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ല എന്നുള്ള വലിയ പ്രതിഷേധം. പക്ഷെ അവസാനം രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കേണ്ടി വന്നു അവർക്ക്. ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണന്റെ മൃതദേഹം അവസാനം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഇന്ന് പുലർച്ചെ 2:30 മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും അത് വിമാനത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സർക്കാർ ചിലവിലാണ് മൃതദേഹം കൊണ്ടുപോകുന്നതൊക്കെ. അതിനൊന്നും വലിയ ചിലവില്ലല്ലോ. ഒരാളെ തല്ലിക്കൊന്നിട്ട് ആ മൃതദേഹം ഇവിടെ നിന്ന് ഈ അപ്പുറത്തെ സംസ്ഥാനം വരെ കൊണ്ടുപോകുന്നതിന് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരാളെ തല്ലിക്കൊല്ലാൻ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത് എന്നതാണ്. പ്രതികൾ 4 പേർ BJP അനുഭാവികളാണ് എന്ന്, വാളയാറിലെ ആൾക്കൂട്ടക്കൊല എന്ന് പറയപ്പെടുന്ന കേസിൽ പിടിയിലായിട്ടുള്ള പ്രതികൾ 4 പേർ BJP അനുഭാവികളാണ് എന്നും, കേസിലെ 4ാം പ്രതി എന്ന് പറയപ്പെടുന്ന CIT പ്രവർത്തകനാണ് എന്നുള്ളത് അടക്കം റിപ്പോർട്ടിലുണ്ട്. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന ആരോപണമായിട്ട് CPM രംഗത്തെത്തുന്നു. എന്നാൽ ആരോപണം BJP നിഷേധിക്കുന്നു. പ്രതികൾ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് രാംനാരായണനെ മർദ്ദിച്ചത് എന്ന് റിമാൻഡ് റിപ്പോർട്ട് അടക്കം വന്നു കഴിഞ്ഞു. എന്നിട്ടും പരസ്പരം പഴിചാരുന്നതിൽ മാത്രം എത്തി നിൽക്കുന്നു 2 പാർട്ടികളും. ഇവർക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുന്നത്? അതേസമയം ഈ വാളയാർ അട്ടപ്പുള്ളത്ത് അതിഥി തൊഴിലാളിയായിട്ടുള്ള രാംനാരായൺ ഭയ്യാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാംനാരായണന്റെ മൃതദേഹത്തെ ഛത്തീസ്ഗഡിലേക്ക് നമ്മുടെ സർക്കാരിന്റെ ചെലവിൽ കൊണ്ടുപോകുന്നത്. അവർക്കൊരു 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. അപ്പൊ ഇങ്ങനെ ഈ വിഷയത്തെ ലഘൂകരിക്കുവാനും കുറച്ചുകൂടി ഒന്ന് തണുപ്പിക്കുവാനും വേണ്ടിയുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പാവങ്ങൾ ഇന്ന് ആ മൃതദേഹവുമായിട്ട് അവരുടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയത്. ഇല്ലെങ്കിൽ വലിയ വിപ്ലവം ഉണ്ടായനെ ചിലപ്പോൾ. കാരണം മനുഷ്യത്വം മാഞ്ഞു പോകാത്ത കുറച്ചാൾക്കാരെങ്കിലും ഈ കേരളത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു വലിയ വിപ്ലവത്തിലേക്ക് പോകാൻ അത് മതിയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ആ പാവങ്ങൾ മൃതദേഹവുമായിട്ട് അവരുടെ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. കൊലപാതകം RSSന്റെ വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഫലമാണ് എന്ന് ആവർത്തിച്ചു പറയുന്ന നമ്മുടെ മന്ത്രിയുണ്ട്, MP രാജേഷ്. കൂടാതെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. ഇവർക്ക് 2 പേർക്കും പറയാനുള്ളത് RSSന്റെ വംശീയ വിദ്വേഷ രാഷ്ട്രീയമാണ് എന്ന്. ആണെങ്കിലും അല്ലെങ്കിലും ഒരാളെ കൊല്ലാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. അങ്ങനെ പറഞ്ഞ ഇവർക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് പ്രതിപട്ടികയിൽ പോലീസിന്റെ നിലപാടിൽ
പിടിയിലായ 5 പ്രതികളിൽ 4 പേർ BJP അനുഭാവികളും 4ാം പ്രതിയായിട്ടുള്ള ആനന്ദൻ സജീവമായിട്ടുള്ള CITU പ്രവർത്തകനാണ് എന്നുള്ളതും ആ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സ്ഥിരീകരണം കൂടെ വന്നപ്പോൾ മന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിയുടെയും നാവ് അടഞ്ഞുപോയി. പ്രതികളിൽ സ്വന്തം പാർട്ടിക്കാരനും ഉണ്ടാകുന്നു. കൊലപാതകത്തിന് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണ് എന്നും പ്രതികൾക്ക് CPM ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുമായിരുന്നുവെന്നും വീമ്പ് പറഞ്ഞ മന്ത്രി രാജേഷിന് മറുപടിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. വംശീയ വിഷം ചുറ്റുന്നവരാണ് കൊലപാതകികളെന്ന് MP ഗോവിന്ദനും കുറ്റപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. എന്നാൽ പോലീസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൊലയാളി സംഘത്തിലുള്ളത് CPMന്റെ പോഷക സംഘടനയായിട്ടുള്ള CITUവിന്റെ നേതാവാണ്. അല്ലെങ്കിൽ ആ നേതാവിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആ നാട്ടിൽ നടന്നിരിക്കുന്നത്. ഇതോടുകൂടി പ്രതികളെ മുഴുവൻ RSS പട്ടികയിൽ കെട്ടിയിട്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുവാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നല്ലോ CPMന്റെ. അത് പാളിപ്പോയി. പ്രാദേശിക ക്രിമിനലുകൾ എന്നായിരുന്നു, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ ചേർന്നായിരുന്നു ഈ കൊല നടത്തിയത്. അതിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ക്രൂരതയാണ്, ആ ക്രൂരത മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. പ്രതികൾ കൊടും ക്രിമിനലുകളാണ് എന്നും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കൊലയാളി സംഘമാണ് ഇത് എന്നും വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ശ്രമം. 4 BJP അനുഭാവികൾക്കൊപ്പം ഒരു CITU പ്രവർത്തകൻ കൂടി ചേർന്നാണ് അതിക്രൂരമായിട്ടുള്ള ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് എന്ന് പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പോലീസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലാണ് ഇപ്പോൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ക്രൂരത കൊല്ലപ്പെട്ട രാമനാരായണന്റെ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തല മുതൽ കാല് വരെ 40-ലധികം മുറിവുകൾ, വാരിയല്ലുകൾ തകർത്തു കളഞ്ഞു, തലയിൽ കടുത്ത രക്തസ്രാവം ഉണ്ടായി. വടികൊണ്ട് അടിച്ചും മുഖത്ത് ചവിട്ടിയും നടത്തിയ ക്രൂരതയ്ക്ക് രാഷ്ട്രീയ നിറം കൊടുത്ത് വോട്ട് കൊയ്യാനായിരുന്നു CPMന്റെ ശ്രമം. എന്നാൽ പ്രതികളിൽ സ്വന്തം പ്രവർത്തകന്റെ പേര് പോലീസ് തന്നെ വെളിപ്പെടുത്തിയത് പാർട്ടിക്ക് നാണക്കേടായി എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത എന്ന് പറയപ്പെടുന്നത്. കാരണം കേസിലെ 4ാം പ്രതിയാണല്ലോ ഈ ആനന്ദൻ CITU പ്രവർത്തകനാണ്. ഇയാൾ പ്രദേശത്ത് ക്വാറി മണൽ മാഫിയകളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളയാളാണ്. മുൻപ് ലോറി ഡ്രൈവറെ മർദ്ദിച്ചതിനും വഴി തടഞ്ഞതിനും ഇയാൾക്കെതിരെ കേസുകളുമുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ തണലിലാണ് ഇയാൾ വാളയാർ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. BJP അനുഭാവികളായിട്ടുള്ള മറ്റു 4 പ്രതികളും വാളയാർ സ്റ്റേഷൻ പരിധിയിലെ പിടിച്ചുപറി, മദ്യപിച്ചുള്ള അടിപിടി കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ളവരാണ്. തമിഴ്നാട് അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളിൽ നിന്ന് പണം തട്ടുന്ന സംഘത്തിലും ഇവർക്ക് പങ്കുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്. പ്രതികളെല്ലാം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് എന്നും കൃത്യം നടക്കുമ്പോൾ ഇവർ കടുത്ത ലഹരിയിലായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മോഷ്ടാവെന്ന വ്യാജാന ഒരാളെ തല്ലിക്കൊല്ലുന്നതിലൂടെ പ്രദേശത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാനാണ് ഈ ഗുണ്ടാ സംഘം ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് ന്യായീകരണങ്ങൾ തന്നെ പറഞ്ഞാലും ആരാണ് ഇവന്മാർക്ക് ആളെ കൊല്ലാനുള്ള ലൈസൻസ് കൊടുക്കുന്നത്? അത് CPMകാരനാണെങ്കിലും RSSകാരനാണെങ്കിലും ആരാണെങ്കിലും. ആൾക്കൂട്ട കൊലപാതകങ്ങൾ വടക്കേന്ത്യക്കൊക്കെ ആഘോഷമായിരിക്കാം, പക്ഷെ ഈ കേരളത്തിലുണ്ടല്ലോ ഇത് അപമാനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ സാക്ഷര കേരളത്തിൽ ഇത് സഹിക്കാൻ കഴിയുന്നല്ല. കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിൽ, ഉടുക്കുന്ന വസ്ത്രത്തിന്റെ പേരിലൊക്കെ ജനത്തെ നടുറോഡിൽ അടിച്ചു കൊല്ലുന്നത് നമ്മളെപ്പോലൊരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല എന്നുള്ളതാണ്. ഇതിനെ എന്തിന്റെ പേരിൽ ന്യായീകരിച്ചാലും മനുഷ്യത്വമില്ലാത്ത നരാധമന്മാർ തന്നെയാണ് ഇവന്മാർക്ക് ഒരിക്കലെങ്കിലും അർഹിക്കുന്ന ശിക്ഷ നീതി നിർവഹണ സംവിധാനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. കാരണം ഇനി ഒരാളിന് നേരെയും അവരുടെ ജീവൻ എടുക്കാനായിട്ട് ഉയരരുത് ഇതുപോലുള്ള തെമ്മാടികളുടെ കൈകൾ. അതിനു വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നെങ്കിലും ഉണ്ടാകണം. എന്തായാലും സർക്കാരിനി മിണ്ടില്ല. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് ഈ ആൾക്കൂട്ടക്കൊലയിലെ മറ്റൊരു പ്രതി. ആ പ്രതി കൂടിയുള്ളപ്പോൾ വർഗീയത പറഞ്ഞ് RSSന്റെ പേരിൽ മാത്രം ചാർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. ബീഫ് കഴിച്ചതിന്റെ പേരിൽ, കഴിച്ച ആഹാരത്തിന്റെ പേരിൽ ആളിനെ തല്ലിക്കൊല്ലുന്ന ഒരു സംസ്കാരം ഉടലെടുത്തിരിക്കുന്നു. എന്തിന്? ക്രിസ്മസ് ആഘോഷം പോലും മാറ്റിവെക്കുന്ന തരത്തിലേക്ക് വടക്കേ ഇന്ത്യ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മാറുന്നു എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഗതികെട്ട ഒരു സംസ്കൃതി, ഒരു സംസ്കാരം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു എന്നല്ലേ അർത്ഥം. ഉത്തർപ്രദേശിൽ 25-ാം തീയതി ഡിസംബർ 25-ന് അവധിയാണ്. പക്ഷേ അവിടെ അവധിയില്ല. പകരം അത് വാജ്പേയിയുടെ ജന്മദിനമായി ആഘോഷിക്കാൻ പോകുന്നു. ഗതികേടാണ് RSSും BJPയും ഭരിക്കുന്ന ഈ നാട്ടിൽ. നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഈ പറയുന്ന ആഘോഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്കാരടങ്ങുന്നവർ ഇവിടെ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന നാടാണ് എന്ന് മറന്നു പോകരുത്. ആ നാടിനെ
എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് പുലർത്തരുത്. അങ്ങനെയുള്ള ഒരു നാടാക്കി മാറ്റുവാൻ ഇന്ത്യയിൽ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ജാതി കോമരങ്ങൾ, അത് RSS ആണെങ്കിലും BJP ആണെങ്കിലും ആരാണെങ്കിലും അത് നടത്തിയാൽ വൃത്തികേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പകരം ഈ അവധി ദിനങ്ങളെപ്പോലും, ക്രിസ്മസ് അവധി ദിനങ്ങളെപ്പോലും ഇത്തരത്തിൽ ലഘൂകരിക്കുവാനും അവധി നൽകാതെ ആ ദിവസത്തെ വാജ്പേയിയുടെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവധി മാറ്റിവെക്കുവാനും നടത്തുന്ന ഈ ശ്രമങ്ങളുണ്ടല്ലോ, അതിന് പറയാവുന്ന പേര് വൃത്തികേടെന്ന് തന്നെയാണ്. പലതുമുണ്ട് പറയുവാൻ, പക്ഷേ അത്തരത്തിൽ തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷെ അതുപോലൊരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുത്. വടക്കേന്ത്യക്കാരനെ പോലെ അല്ല ഒരിക്കലും ഈ തെക്കേന്ത്യക്കാരൻ അല്ലെങ്കിൽ കേരളത്തിലുള്ളവൻ കുറച്ചുകൂടി സാക്ഷരനാണ്, അവന് അക്ഷരാഭ്യാസമുണ്ട്, സാംസ്കാരികപരമായിട്ട് കുറച്ചുകൂടി ഉന്നതിയിലുള്ളവനാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നവരാണ്. മനുഷ്യനെ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ ഉതകുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തരത്തിലേക്ക് മനസ്സുകൾ വികലമായി പോകരുത്, ചിന്തകൾ മാറിപ്പോകരുത്. മനുഷ്യനാണ് എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകട്ടെ. അതിന് കഴിയാത്തവർ, വർഗീയ വിഷം കുത്തിവെച്ച് മനുഷ്യരെ പിരിക്കാൻ നടക്കുന്നവർ, അവരെ പോലുള്ളവരെ ഈ സമൂഹം തിരിച്ചറിയണം. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ പറഞ്ഞിട്ടായിരുന്നാലും, ഇനി കമ്മ്യൂണിസ്റ്റുകാരനെന്നും BJP-കാരനെന്നും കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും ശരി, രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ പേരിലും ജനങ്ങളെ വേർതിരിക്കാൻ നടത്തുന്ന ഈ പ്രക്രിയ ഉണ്ടല്ലോ, ഈ പ്രകടനം, ഇങ്ങനെയുള്ളവന്മാരെ നിങ്ങൾ തിരിച്ചറിയുക.